റഷീദേ, എനിക്ക് ഈ പാറ്റകളൊക്കെ പേടിയാണോ? പാറ്റകൾ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. എന്താ അങ്ങനെ ഒരു ടോക്ക്? ഈ ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ ഇപ്പൊ പാറ്റകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ടല്ലോ, ഏതായിരുന്നു? CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഒരു രക്ഷയില്ല. ട്വിറ്ററും ഇൻസ്റ്റഗ്രാമൊക്കെ CJP തൂക്കിയിരിക്കുക. അവര് ഭയങ്കരമായിട്ട് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. സത്യത്തിൽ ഈ CJP എന്ന് പറയുന്ന പാർട്ടി എന്താണ്, അതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്, എന്താണ് ആ ഒരു സംഘടന, ആ ഒരു പാർട്ടി കൊണ്ടിട്ട്? അതായത് തൗഫീഖ്, ഒരു 4 ദിവസം മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഭാഗത്ത് ഒരു പരാമർശം ഉണ്ടായി. അതായത് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഈ കോക്രോച്ചുകളെ പോലെ അല്ലെങ്കിൽ ഈ പാറ്റകളെ പോലെ പലയിടങ്ങളിലെത്തുകയും ഈ മാധ്യമ മേഖലയിലും RTI വിവരാവകാശ മേഖലകളൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന തരത്തിലൊരു പരാമർശമാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിൽ ഇത് വിവാദമാവുകയും പിന്നീട് അതിലൊരു വിശദീകരണം നൽകുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അത് രാജ്യത്ത് വലിയ തോതിൽ അലയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പുതിയ എന്താ പറയുക, ഒരു പാർട്ടി പോലെ സോഷ്യൽ മീഡിയ ആദ്യം ഇതിന് തുടക്കമിട്ടത്. അതായത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ സമൂഹ മാധ്യമങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന അഭിജിത്ത് ദിബ്കെ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു സ്ഥാപകൻ എന്ന് പറയുന്നത്. അപ്പം ആദ്യം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമത്തിലൊരു വീഡിയോ പങ്കുവെക്കുകയും പിന്നീട് ഇത്തരത്തിലൊരു അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തു. അത് ജൻസി മേഖലയിൽ, പ്രത്യേകിച്ചും തൊഴിൽ രഹിതരായിട്ടുള്ള അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളിലേക്ക് ഇത് വളരെ വേഗത്തിൽ ഇതെത്തി. അവരുടെ വലിയ പിന്തുണയും ഇയാൾക്ക് കിട്ടി, അഭിജിത്തിന് കിട്ടിയെന്ന് വേണം നമുക്ക് പറയാം അല്ലേ? അതെ, അവരുടെ ഒരു വലിയ പിന്തുണ കിട്ടി. കാരണം എക്സ് അക്കൗണ്ടാണ് ആദ്യം തുടങ്ങിയത്. അതിനുശേഷം അതിൽ ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരായ, അതായത് പ്രതിപക്ഷ മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അത് ഫോളോ ചെയ്യുകയും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. അതിലേറെ പ്രധാനപ്പെട്ട TMCയുടെ MP ആയിട്ടുള്ള മഹുവ മൊയ്ത്ര ആണ്. അവർ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യുകയും ചില ആശയങ്ങൾ എന്താ പറയുക, അവരുടെ ഒരു നിലപാട് അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഒരുപാട് നേതാക്കൾ ഇത് ഏറ്റെടുക്കുകയും അതൊരു വലിയ തരംഗമായിട്ട് പിന്നെ മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അത് മാത്രമല്ല, BJPക്ക് ഇതൊരു തരത്തിൽ വലിയ തിരിച്ചടിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഇൻസ്റ്റഗ്രാമിൻ്റെ BJPയുടെ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് 6 മില്യൺ ഒക്കെയാണ് ഉള്ളത്. പക്ഷേ അതിനെ ഇരട്ടിയായിക്കൊണ്ട് 13-14 മില്യൻ്റെ അടുത്തേക്ക് ഈ കോക്രോച്ച് പാർട്ടിയുടെ അക്കൗണ്ടിന് ഫോളോവേഴ്സ് എത്തുകയും വളരെ വേഗത്തിൽ, അതായത് 4 ദിവസമാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ഇത് വ്യാപകമാവുകയും ആളുകൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു കോക്രോച്ചിന്റെ ഒരു തരംഗം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മാസം 16-ാം തീയതിയാണ് തോന്നുന്നത് അതിന്റെ ഒരു ക്യാമ്പയിൻ ട്വിറ്ററിൽ ആരംഭിച്ചത്. അതിനുശേഷം ഭയങ്കരമായിട്ട് അത് ജൻസികൾ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ജൻസികൾ അത് ഏറ്റെടുക്കുന്നു. പിന്നീട് അത് സോഷ്യൽ മീഡിയ ഒരു ക്യാമ്പയിനായി മാറുന്നു. അവർ ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആ മുദ്രാവാക്യങ്ങൾ ജൻസികൾ ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ ഓഫീസിലിരുന്നപ്പോൾ കണ്ടത്, ഉച്ചയോടുകൂടി കണ്ടത്, അവരുടെ എക്സ് അക്കൗണ്ട് അത് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തു എന്നുള്ളൊരു വാർത്ത വരികയാണ്. ഒരുപക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഭയം ഇതിൻ്റെ അകത്ത് ഉണ്ടായത് കൊണ്ടാണ് അത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാർ എക്സിനോട് പറഞ്ഞിട്ട് അത് മരവിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മാസ് ക്യാമ്പയിൻ എന്തായാലും ആ കോക്രോച്ചിനെതിരെ ഉണ്ടാകും. എന്നാലും അതുണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും, സർക്കാരിൻ്റെ ഒരു ഇടപെടലായിരിക്കും അത്തരം ഒരു മരവിപ്പിലേക്ക് പോയി എന്നാണ്. എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്ക് അങ്ങനെ ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തായ ഒരു സാഹചര്യത്തെ നമ്മളെങ്ങനെ വിലയിരുത്താൻ പറ്റും? തൗഫീഖ്, അതായത് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള എക്സ് അക്കൗണ്ടാണ് ഇപ്പം ഈ കോക്രോച്ചിൻ്റെ എക്സ് അക്കൗണ്ടാണ് പൂട്ടിയിരിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ളൊരു വിശദീകരണം ഇതുവരെ എക്സ് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ നോക്കിക്കാണേണ്ട. കാരണം സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും, പ്രത്യേകിച്ച് പ്രതിപക്ഷ MPമാരുടെയും നേതാക്കളുടെയും ഒക്കെ അക്കൗണ്ടുകൾ നേരത്തെ പൂട്ടിയിട്ടുള്ള ഒരു ചരിത്രം എക്സിനുണ്ട്. അപ്പം ഇതുമായി കൂട്ടി വായിക്കുമ്പം ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അത് BJPയുടെ ഒരു നീക്കമാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് തന്നെയാണ് വരുന്നത്. മറ്റൊന്ന്, ഈ 2 ലക്ഷം അക്കൗണ്ടുള്ള എക്സ് അക്കൗണ്ട് പൂട്ടി അതിനുശേഷം 13 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അത് ഹാക്ക് ചെയ്യാനുള്ള പല ശ്രമങ്ങളും ഉണ്ടായി. ആ ശ്രമങ്ങളുടെ സ്ക്രീൻഷോട്ടൊക്കെ തന്നെയും ഈ സ്ഥാപകൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതായത് 3 തവണയാണ് ഇത് ഹാക്ക് ചെയ്യാനുള്ളൊരു നീക്കം ഉണ്ടാവുകയും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെ പൂട്ടിക്കെട്ടുക എന്നുള്ള ഒരു പ്രഖ്യാപിത നയം പോലെ ഒരു ഭാഗത്ത് നടക്കുകയും അതേസമയം തന്നെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഈ കോക്രോച്ചുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ അക്കൗണ്ട് പൂട്ടി അതിനുശേഷം മറ്റൊരു എക്സ് അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അതിനകത്ത് പറയുന്നത് കോക്രോച്ച് ഈസ് ബാക്ക് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ എന്നുള്ളത്
കോക്രോച്ചസ് ഡോണ്ട് ലൈ. കോക്രോച്ചസുകൾ, അതായത് പാറ്റകൾ ഒരിക്കലും കള്ളം പറയുന്നില്ല. തങ്ങൾ പറയുന്നത് രാജ്യത്തിനകത്തുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. തൊഴിലില്ലായ്മ, അതോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അവയൊക്കെയാണ് ഈ കോക്രോച്ച് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങൾ പിന്നോട്ടില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടുകൂടി കോക്രോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് മറ്റ് രീതിയിലേക്ക് ക്ഷമിക്കണം ഈ BJP പോലുള്ള പാർട്ടികൾ എങ്ങനെയായിരിക്കും എടുക്കുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റഷിദ, പിന്നീട് ഇതിപ്പോൾ വലിയ സ്വീകാര്യത ലഭിച്ചതിന് ശേഷം ഇതിന് പിന്നിൽ ആം ആദ്മി പാർട്ടിയാണെന്നാണ് BJP ഇപ്പോൾ പറയുന്നത്. കാരണം ഈ ഡൽഹിയിൽ അഴിമതി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തി വലിയ രീതിയിൽ ഡൽഹിയിൽ അവർ സ്വാധീനം ഉറപ്പിക്കുകയും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ഡൽഹിയിൽ ഭരണം പിടിക്കാനൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ അരവിന്ദ് കെജ്രിവാൾ, അതിന് കാരണമായിട്ട് പറയുന്നത് ഈ അഭിജിത്ത് ആദ്യം പ്രവർത്തിച്ചത് ആം ആദ്മി പാർട്ടിയുടെ മീഡിയ സെല്ലിലായിരുന്നു. അതുകൊണ്ട് കെജ്രിവാൾ ഇറക്കി വിട്ട ഒരാളെന്ന നിലയിലാണ് ഇതിനെ BJP ആളുകൾക്ക് മുന്നിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ കൊണ്ടുവന്ന ആളുകൾ അത് വിശ്വസിക്കുക, അല്ലെങ്കിൽ ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്ലാനാണ് എന്നുള്ളൊരു സാധനം, അത് എത്രത്തോളം BJPക്ക് വിജയം കാണാൻ പറ്റും? അങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്ലാനാണോ, കെജ്രിവാളിൻ്റെ ഒരു പ്ലാനായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമോ? തോഫിക്, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും ഏത് പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും അത് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു നയം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. കാരണം നിലവിൽ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കോക്രോച്ചുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അത് രാജ്യത്ത് 100% സത്യസന്ധമായിട്ടുള്ളത് ആണ് എന്നുള്ളതാണ്. കാരണം രാജ്യത്ത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ ഉണ്ട്. യുവാക്കളായിട്ടുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. രാജ്യത്ത് മൂന്നാമത് ആയിട്ടുള്ള, അതായത് ലോകരാജ്യങ്ങൾക്കിടയിൽ മൂന്നാമതായിട്ട് എക്കോണമി മേഖലയിൽ ഉയർന്നു വരുമെന്ന് കേന്ദ്ര സർക്കാർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വിധേയരാകുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇതേപോലെ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ തൊഴിലില്ലായ്മയെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് ഏറെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കേവലം BJPയുടെ ഒരു ആരോപണമായിട്ട്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും ഒരു ആരോപണമായിട്ട് നമുക്കിതിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത്. ഇത് സത്യസന്ധമായിട്ട് രാജ്യത്തിനകത്തുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ തന്നെയും BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാം. കാരണം സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധി, പിന്നെ ഈ തൊഴിലില്ലായ്മ അത് രൂക്ഷമായിട്ട് തുടരുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് ആളുകൾ വലിയ തോതിൽ ഒഴുകിപ്പോകുന്നു. പലായനം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായതിനു ശേഷം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കടക്കാൻ പോകും. ഇന്ധന പ്രതിസന്ധി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിൽ ഇപ്പോഴും ഉണ്ട്. അതിനെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കോക്രോച്ച് എന്ന് പറയുന്നത് ഒരു ഉപമയാണെങ്കിൽ പോലും അത് രാജ്യത്തെ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അതിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പം ഇത് കേവലം BJPയുടെ ഒരു വിമർശനമായിട്ട്, അല്ലെങ്കിൽ ഒരു ആരോപണമായിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഏതായാലും വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിൻ്റെ സ്ഥാപകൻ ഈ അഭിജിത്ത് ഇപ്പോഴും വിദേശത്താണ്. അഭിജിത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷം ആ പാർട്ടി ഇങ്ങനെ തന്നെ ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ, അതോ സമൂഹ മാധ്യമങ്ങളിലെ ഒരു മൂവ്മെൻ്റായിട്ട് കൊണ്ടുപോകാനാണോ അഭിജിത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇനിയിപ്പോൾ ഈ പാറ്റകളുടെ, ഈ കോക്രോച്ചുകളുടെ ലൈഫ് നമുക്ക് എന്തോരം പ്രതീക്ഷിക്കാൻ പറ്റും? അതായത് പല അനുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ ഇതൊരു വലിയൊരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. അതേസമയം നിലവിലെ എല്ലാ വിഷയങ്ങളെയും പോലെ തന്നെ സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതും വരുന്നുണ്ട്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം ഇനിയും വരാനുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ നിലവിൽ ഈ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും വലിയൊരു മൂവ്മെൻ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നു. കാരണം ഈ 4 ദിവസത്തിനിടയിലാണ് 14 മില്യണോളം ഫോളോവേഴ്സ് ലഭിച്ചത്. അതോടൊപ്പം ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകളടക്കം ഇതിനെ ഫോളോ ചെയ്യുകയും അവരടക്കം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് BJPക്കാണ് വലിയ തോതിലുള്ളൊരു തിരിച്ചടി കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതെ, പല MP-മാർ ഇതിനോടകം തന്നെ ഈ എക്സ് അക്കൗണ്ട് പൂട്ടിയതോടുകൂടി പല MP-മാരും പിന്നെ ഇത് പ്രതികരണവുമായിട്ട് രംഗത്തെത്തി. അതായത് സ്വേച്ഛാധിപത്യമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെ കൂടുതൽ മൂവ്മെൻറ്റുകൾ ഒരുപക്ഷെ ഇനിയും വന്നേക്കാം എന്നുള്ള പല കാര്യങ്ങളാണ് അവർ മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു പക്ഷേ ഇത് ഒരു വലിയ മുന്നേറ്റമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പണി കിട്ടാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ BJP ആണ് എന്നുള്ളതാണ്. എന്തായാലും ചീഫ് ജസ്റ്റിസ് ആണ് അത്തരം ഒരു പരാമർശം നടത്തുകയും അതിനെതിരെ ഉയർന്ന ഒരു മൂവ്മെന്റ് ആണ്. പക്ഷെ അതിന്റെ തലങ്ങളൊക്കെ ഇപ്പോൾ മാറുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ BJP കൂടി ലക്ഷ്യം വെച്ചിട്ട് ഒരു ആക്രമണം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു ട്രോള് ആ താമര പാറ്റ കടിച്ചു തിന്നുന്നൊരു ചിത്രങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതായത് അവർ പുതിയ കുറേ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളിൽ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ മറ്റു ചില ഇടപെടലുകൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതിൽ കൃത്യമായിട്ട് ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ട് ഒരു മികച്ച രീതിയിലാണ് നിലവിലത് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഭാവി എന്താകും എന്നുള്ളൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എക്സിനെതിരെ ഉൾപ്പെടെ നടപടികളൊക്കെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ അതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഒരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സ്ഥാപകൻ തിരിച്ചു വന്നതിന് ശേഷം എന്തായിരിക്കും നടക്കുക എന്നുള്ളതൊക്കെ വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് കാത്തിരിക്കാം കോക്രോച്ച് എത്ര നാൾ മുന്നോട്ട് പോകും, കോക്രോച്ചുകൾ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ചീഫ് ജസ്റ്റിസും സൂര്യകാന്ത് ഇതൊക്കെ കാണുന്നുണ്ടാവും ഈ നടക്കുന്ന ക്യാമ്പയിനുകളും സാധനങ്ങളെല്ലാം. CJ ആ സമയത്ത് തന്നെ അതിൽ വിശദീകരണം തന്നിരുന്നു. താൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, യുവാക്കളെല്ലാം രാജ്യത്തിന്റെ നെടും തൂണുകളാണ് എന്നുള്ള പ്രതികരണങ്ങളെല്ലാം CJയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ആ സമയത്ത് ഒരു വിശദീകരണം പോലെ പുറത്തു വന്നിരുന്നു. എന്നിട്ടും ഇത്തരം ഒരു ക്യാമ്പയിൻ ഉയർന്നു വന്നിരിക്കുന്നു. ആ ക്യാമ്പയിൻ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താ ഇതിന്റെ ഭാവി എന്താണെന്നൊക്കെ നമുക്ക് നോക്കി കാണാം.